Hi everyone, welcome back to my channel. So ഇന്നത്തെ thumbnail കണ്ടിട്ടുണ്ടാവല്ലോ, ഇന്നത്തെ ടോപ്പിക്കാണ് 8 habits that changed my mental health or my life. എന്നുവെച്ചാൽ 8 കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് എൻ്റെ ലൈഫ് കുറേ ചേഞ്ചായി, എൻ്റെ മാനസിക ഹെൽത്ത് കുറേ ചേഞ്ചായി. സോ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അധികം ഒരു മിനിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തരാം. അപ്പോൾ 2020 കുറേ ഡിഫിക്കൾട്ട് ഇയർ ആയിരുന്നു. എന്ന് വെച്ചാൽ പാൻഡമിക്, പിന്നെ കുറേ പ്രോബ്ലംസ്, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരുന്നു എൻ്റെ ഫാമിലിയിൽ. അത് ഒക്കെ പിന്നെ വർക്ക് ഫ്രം ഹോം, ഓഫീസ് പോയിൻ്റായിരുന്നില്ല. അതൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അത് എന്ന് വെച്ചാൽ ഇതൊരു ജേർണിയാണ്. ഞാൻ ഈ 8 ഹാബിറ്റ്സ് അല്ലെങ്കിൽ 8 കാര്യങ്ങൾ പറയണത്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടാവില്ല. ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാലേ ലൈഫ് നമ്മുടെ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഇതൊരു ഓൺ ഗോയിങ് കാര്യമാണ്. അപ്പോൾ ഞാൻ വേഗം അധികം സമയം എടുക്കണില്ല, ഞാൻ ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഹാബിറ്റ് ഞാൻ തുടങ്ങിയത് എന്താ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോഷ്യൽ മീഡിയ കുറയ്ക്കാം. ഐ നോ ഞാനിപ്പോൾ യൂട്യൂബിലാണ്, പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ചെയ്യണം. എന്തായാലും ദർ ആർ ഡിഫറെൻറ്റ്, ബിക്കോസ് ഇതൊരു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഹോബി ഫോർ മീ. ഇത് ഞാൻ കുറേ സീരിയസ്ലി എടുക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. ആദ്യം ടിക്ടോക്കും വേണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ആൾക്കാരുടെ ടിക്ടോക്ക് കണ്ടിട്ടുണ്ടോ ഇല്ല. ബിക്കോസ് അതിൽ ഞാൻ കുറച്ച് നോർമൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്ര അതല്ല എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിലെത്ര സമയം ഞാൻ ഡിവോട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യണത് അത് ഞാൻ കുറച്ചു. എന്ന് വെച്ചാൽ ആദ്യം ഒരു അറൗണ്ട് 6-7 മണിക്കൂർ ഓൺ എ ഡേ ടു ഡേ ബേസിസ് സോഷ്യൽ മീഡിയയിലായിരുന്നു. അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്ററിൽ ഞാനില്ല. എന്നാലും ലിങ്ക്ഡിൻ പോലും എത്ര സമയം എടുക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബ്, ഇതന്നെ കുറേ ആപ്സായി. അപ്പോൾ ഞാൻ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ എന്താ ഡിസിഷൻ എടുത്തത് എന്ന് വെച്ചാൽ, രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് കാര്യം നമ്മളെല്ലാവരും, അത് എത്ര വലിയ മനുഷ്യനായാലും എത്ര ചെറിയ മനുഷ്യനായാലും എത്ര വലിയ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് കുട്ടികളുണ്ടായാലും വാട്ട് എവർ ആണെങ്കിലും നമ്മൾ ഫോൺ ചെക്ക് ചെയ്യും. അതൊരു നമ്മുടെ ഹാബിറ്റാണ്. സോ ഞാനത് കംപ്ലീറ്റ്ലി നിർത്തി. അറ്റ്ലീസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാര്യം ഞാൻ ഫോണെല്ലാം നോക്കാം. ഫസ്റ്റ് കാര്യം ഞാൻ എന്നെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി പറയും ദൈവത്തിനോട്. ഇതുവരെ എത്ര വരെ എത്തിച്ചില്ലേ, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു റൂട്ടീനുണ്ട്, അത് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഫോൺ ചെക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇമെയിൽസ്, ഓഫീസ് ഇമെയിൽസ് ഉണ്ടാവാറുണ്ട്, അത് ചെക്ക് ചെയ്യുമോ ഇല്ല. അതൊരു കുറേ വലിയ പ്രോസസ്സാണ്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. രാവിലെ എണീക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യില്ല. രാത്രി ഉറങ്ങണ മുമ്പ്, സപ്പോസ് ഞാൻ ഡിന്നർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വരെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് വയ്ക്കും. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഡു. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ വായിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ ഫോൺ നോക്കില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ അധികം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സത്യം പറയാമല്ലോ. ഞാൻ അറൗണ്ട് 20 വയസ്സാകുമ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു, അതൊരു മെഡിറ്റേഷൻ, ഞാൻ പറയണില്ലേ, ഒരു ഫേമസ് ആളുടെ കോഴ്സായിരുന്നു. അതിലൊരു 5 ദിവസത്തിൻ്റെ കോഴ്സായിരുന്നു. അതിലെന്താ ചെയ്യേണ്ടത്, നമ്മളവിടെ പോകണം. ഫുൾ ഡേ കോഴ്സാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് എനിക്കിത്ര 21 വയസ്സായിരുന്നുള്ളൂ. ആ സമയം മുതൽ നമ്മൾ ഇത്ര ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതും എനിക്കറിയാം. സോ അത് കാരണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോ സോഷ്യൽ മീഡിയ, ബേസിക്കലി നോ ഫോൺ യൂസേജ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് നല്ല ലൈഫ് കാണിക്കാൻ, ആൻഡ് ദാറ്റ്സ് ഗുഡ്. പക്ഷെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അതിനെ യൂസ് ചെയ്യണം, ബ്രെയിൻ അതിൽ റിയാക്ട് ചെയ്യണം. സോ എന്തിനാ വെറുതെ നമ്മുടെ ബ്രെയിനിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടണേ. സോ അതെനിക്ക് കുറേ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഫേസ്ബുക്ക് മാറ്റി കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫിൽ നിന്ന്. സോ ഐ എം നോട്ട് സെയിങ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഇതൊക്കെ നല്ലതല്ല. എല്ലാം അവനവൻ്റെ അമ്മാച്ചന്മാരല്ലേ, അതിൻ്റെ അമൗണ്ടിൻ്റെ അത്ര നല്ലതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാനത് കാരണം അത് നിർത്തി.